ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഇക്വേഷൻ്റെ DVRൽ ലൈവ് വ്യൂ ഹൈഡ് ആയാൽ എങ്ങനെ അത് നമുക്ക് ലൈവ് വ്യൂ ആയി കാണാൻ സാധിക്കും എന്നതിനെക്കുറിച്ചാണ്. ചിലർക്ക് എന്തെങ്കിലും സെർച്ച് ചെയ്യുന്ന സമയത്ത് കൈയബദ്ധം വരുന്നതായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അറിയാതെ സംഭവിച്ചു പോകുന്നതാണ്. പക്ഷേ അത് തിരിച്ച് എങ്ങനെയാണ്, എവിടെയാണ് നമുക്കിത് തിരിച്ച് കൊണ്ടുവരേണ്ടത് എങ്ങനെയാണെന്ന് അറിയാൻ വയ്യാത്ത അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോയിൽ ഞാനിവിടെ കാണിക്കുന്നത്. അതെങ്ങനെയാണ് തിരിച്ച് കൊണ്ടുവരുന്നതും അങ്ങനെ ഹൈഡ് ചെയ്യാൻ ആവശ്യമുള്ളവർക്ക് ഹൈഡ് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു ഓപ്ഷൻ അവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ ലൈവ് വ്യൂ ഹൈഡായി കാണിക്കുന്നുണ്ട്. എന്നാൽ ഈ ക്യാമറ വർക്കിംഗ് ആണ്, എന്നാൽ അത് റെക്കോർഡിങ് നമുക്ക് ആ ഒരു ഫംഗ്ഷന് നടക്കുന്നുണ്ട്. പക്ഷേ നമ്മളെ ഡിസ്പ്ലേയിൽ ഈ ലൈവ് വ്യൂ ഇല്ല. അപ്പോൾ നമുക്ക് ആ കോളം അവിടെ ബ്ലാങ്ക് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് എങ്ങനെയാണ് ഇത് സെർച്ച് ചെയ്ത് കൊണ്ടുവരുന്നത്, അതിൻ്റെ ഓപ്ഷൻ എവിടെയാണ് നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്കിപ്പോൾ കണ്ട് മനസ്സിലാക്കാം. ആദ്യം നമുക്ക് DVRൻ്റെ ലോക്കൊക്കെ പാറ്റേൺ ലോക്ക് ഉണ്ടെങ്കിൽ ആ ലോക്ക് ഉണ്ടെന്ന് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മുടെ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് മെനു അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. മെനുവിൽ നമ്മൾ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക, മൗസ് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എന്നിട്ട് കോൺഫിഗറേഷൻ എന്ന ഓപ്ഷനിൽ നമുക്ക് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ പുതിയൊരു വിൻഡോ നമുക്ക് ഓപ്പൺ ആവും. അതിൽ ഇടതുവശത്ത് ജനറൽ, നെറ്റ്വർക്ക്, അലാറം, ലൈവ് വ്യൂ എന്നിങ്ങനെ കാണും. അപ്പോൾ നമ്മളവിടെ ആ ലൈവ് വ്യൂവിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക വീണ്ടും. അപ്പോൾ മുകളിൽ വ്യൂ എന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ നമ്മൾ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് 8 ചാനൽ DVR ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് 8 ചാനലിൻ്റെ ലിസ്റ്റാണ് നമുക്കവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കോളത്തിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ക്യാമറകളുടെ എണ്ണം അവിടെ നമ്പർ കാണിക്കുന്നുണ്ട്. വലത് സൈഡിൽ ഈ ക്യാമറകളുടെ ഏതൊക്കെ കോളമാണോ ആ കോളത്തിൽ നമുക്ക് ഏത് ക്യാമറയാണ് സെലക്ട് ചെയ്യേണ്ടത് ആ ഒരു കോളങ്ങളാണ് റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഇടത് സൈഡിൽ 8 ക്യാമറയുടെ നമ്പറിൽ യെല്ലോ കളറിൽ സെലക്ട് ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് ആ യെല്ലോ കളർ സെലക്ട് ആവുക എന്നുണ്ടെങ്കിൽ വലത് സൈഡിലെ കോളത്തിൽ നമ്മുടെ ക്യാമറ എല്ലാം സെലക്ട് ആണ് എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ അവിടെ വലത് സൈഡിൽ നമ്മുടെ ആ കോളത്തിലൊക്കെ എക്സ് ഇൻറ്റു ആണ് എന്നാണ് അവിടെ സെലക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മുടെ ലൈവ് വ്യൂ ക്ലോസ് ആണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലെ ആ ക്യാമറകളുടെ എണ്ണത്തിൽ അവിടെ ഏത് നമ്പറിലാണോ അവിടെ യെല്ലോ കളർ ഇല്ലാത്തത് അവിടെ നമുക്ക് നമ്മുടെ ലൈവ് വ്യൂ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നു, ഹൈഡ് ആയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇവിടുത്തെ ഈ DVRൽ A1, A2, A3 എന്നതിൽ യെല്ലോ കളർ മാറി. അതുപോലെ വലത് സൈഡിലെ കോളത്തിൽ നോക്കണം A1, A2, A3 എന്ന 3 കോളം ഹൈഡായിട്ടാണ് ഇരിക്കുന്നത്, അതായത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഓപ്ഷനാണ് കാണുന്നതെങ്കിൽ ലൈവ് വ്യൂവിൽ നമുക്ക് ആ 3 ക്യാമറകളുടെ ലൈവ് വ്യൂവും നമ്മുടെ ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇത് നമ്മൾ തിരികെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ആ റൈറ്റ് സൈഡിൽ നമുക്ക് ഏത് ക്യാമറയാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ കോളത്തിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ലെഫ്റ്റ് സൈഡിൽ ഏത് ക്യാമറയാണ് നമുക്ക് ആ കോളത്തിൽ സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ലെഫ്റ്റ് സൈഡിലെ ക്യാമറകളുടെ എണ്ണത്തിൽ യെല്ലോ കളർ വരുന്നതായും അതുപോലെ തന്നെ റൈറ്റ് സൈഡിലെ കോളത്തിൻ്റെ അവിടെ നമുക്ക് ആ ക്യാമറയുടെ നമ്പറും അവിടെ സെലക്ട് ആവും. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താഴെ വലത് സൈഡിൽ ഏറ്റവും അടിയിലായിട്ട് അപ്ലൈ എന്നൊരു ഓപ്ഷൻ അവിടെ കിടപ്പുണ്ട്. അവിടെ അപ്ലൈ എന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും നമുക്ക് ഈ ലൈവ് വ്യൂ നമ്മുടെ ഒരു DVRൽ അത് കറക്റ്റായിട്ട് നമുക്ക് ആ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് ലൈവ് വ്യൂവിൽ പോയിട്ട് വീണ്ടും അവിടെ ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒന്നാമത്തെ ക്യാമറ, അതായത് A1 സെലക്ട് ചെയ്തെങ്കിൽ റൈറ്റ് സൈഡിലെ കോളത്തിൽ A1 ആണെങ്കിൽ നമുക്ക് അവിടെ ആ ഒന്നാമത്തെ ക്യാമറയുടെ വ്യൂ ലൈവായിട്ട് കാണിക്കുന്നതായിരിക്കും. ഇവിടെ ഇപ്പോൾ ഞാൻ 3 ക്യാമറയുടെ ഹൈഡ് ചെയ്ത് വയ്ക്കുകയാണ്. ആ നമ്പർ അവിടെ ക്ലോസ് ചെയ്തു 3 എണ്ണത്തിൻ്റെ. ഇനി നമുക്ക് ബാക്കിൽ പോയിട്ട്, അപ്പോൾ ബാക്കിൽ പോയി ഹൈഡ് ചെയ്ത് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ബാക്കിൽ പോയി നോക്കുമ്പോൾ ആ ഡിസ്പ്ലേയിൽ 3 ക്യാമറയുടെ ലൈവ് വ്യൂ നമുക്ക് കാണാനില്ല. പക്ഷേ നമുക്ക് റെക്കോർഡ് ഇത് ഓട്ടോമാറ്റിക്കലി തന്നെ DVRൽ റെക്കോർഡാവും. പക്ഷേ ലൈവ് വ്യൂ ആണ് നമ്മളിത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ലൈവ് വ്യൂ ഇല്ലാത്തത്. നമുക്ക് പോകേണ്ടതെന്ന് പറഞ്ഞാൽ മെയിൻ മെനു എടുക്കുക, മെനുവിൽ പോയി കോൺഫിഗറേഷൻ സെലക്ട് ചെയ്യുക. അവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് ലൈവ് വ്യൂ വന്നതിന് ശേഷം വ്യൂ എന്ന് പറയുന്ന മേളിലൊരു ഓപ്ഷൻ കാണും. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട്
നോക്കുമ്പോഴാണ് നമ്മുടെ 4 ചാനലാണോ 8 ചാനലോ അതിൻ്റെ അനുസരിച്ചാണ് അവിടെ ലിസ്റ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് ലിസ്റ്റ് വരുമ്പോൾ ആ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ റൈറ്റ് സൈഡിലെ കോളത്തിൽ ഏത് കോളമാണ് നമ്മൾ ക്ലോസ് ചെയ്തതെന്ന് വെച്ചാൽ ആ കോളത്തിൽ ക്ലിക്ക് ചെയ്യുക. മൗസ് കൊണ്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ആ ക്യാമറകളുടെ എണ്ണത്തിലും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അത് അവിടെ സെലക്ട് ആവും. സെലക്ട് ആയതിനു ശേഷം താഴെ സൈഡിൽ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും നമ്മുടെ ആ ലൈവ് വ്യൂ ഡിസ്പ്ലേയിൽ വരുന്നത്. അപ്പോൾ ഇവിടെ ഈ വീഡിയോ കാണുന്ന കണക്ക് ഞാനിവിടെ അത് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് ഹൈഡായിരിക്കുന്നത് നമുക്ക് വീണ്ടും ഇതുപോലെ സെലക്ട് ചെയ്ത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലൈവ് വ്യൂ ആയിട്ട് വരും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.